നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള കുറച്ച് സെക്ഷനുകളാണ്. ഇത് പഴയ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്ന CRPCയുടെ ഭാഗം തന്നെയായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ പോലീസിന് കൊടുക്കുന്ന വിവരവും പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് ചട്ടങ്ങളും വകുപ്പുകളുമാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നത്. ഇത് CRPCയുടെ ചാപ്റ്ററിലാണെങ്കിൽ 12ാമത്തെ ചാപ്റ്ററിലും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ചാപ്റ്ററിലാണെങ്കിൽ 13ാമത്തെ ചാപ്റ്ററിലും ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് ഒന്ന് കിടക്കാം. CRPCയുടെ സെക്ഷൻ 155 ഇതിൽ പറയുന്നത്. അപ്പോൾ CRPCയുടെ സെക്ഷൻ 155 എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 174 എന്താണ് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇൻഫർമേഷൻ ആസ് ടു നോൺ കോഗ്നിസബിൾ കേസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ് എന്നാണ് പറയുന്നത്. അതായത് കോഗ്നിസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന ഒരു വിവരവും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന അന്വേഷണവുമാണ് CRPC സെക്ഷൻ 155 അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 174 ഉൾപ്പെടുന്നത്. അപ്പോൾ കോഗ്നിസബിൾ കേസ് എന്താ നമുക്കറിയാം. വാറൻ്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള കേസിനെയാണ് നമ്മൾ കോഗ്നിസബിൾ കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കോഗ്നിസബിൾ കേസുകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? വാറൻ്റോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യേണ്ട കേസുകളാണ് എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ സ്റ്റേഷൻ പരിധിയിൽ ഒരു കോഗ്നിസബിൾ കുറ്റം നടന്നു എന്ന് ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ആ വിവരം ഡയറിയിൽ രേഖപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടുന്നത്. എന്നിട്ട് ആ വിവരം നൽകിയ വ്യക്തിയെ എന്ത് ചെയ്യുക? മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് അയക്കുക. അപ്പോൾ വിവരം കിട്ടിയ വിവരവും മറ്റും മജിസ്ട്രേറ്റിനെ കൂടി ഇൻഫോം ചെയ്യുക എന്നതാണ് ഇവിടെയുള്ളത്. പിന്നെ ഇത്തരത്തിൽ എന്ത് ചെയ്യുക? ദൈനംദിന റിപ്പോർട്ടുകൾ രേഖപ്പെടുന്ന ഡയറിയിലാണ് ഈ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. മാത്രമല്ല ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? 2 ആഴ്ച കൂടുമ്പോൾ മജിസ്ട്രേറ്റിനെ അയച്ചു കൊടുക്കേണ്ടതും കൂടിയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയോ നോൺ കോഗ്നിസബിൾ കേസസ് വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ അന്വേഷണം പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നോൺ കോഗ്നിസബിൾ കേസ് വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ എന്ത് ചെയ്യുക? അവിടെ അന്വേഷണം പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇനി അറസ്റ്റ് വാറൻറ്റോ മറ്റോ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആരുടെ അനുമതി വേണം? മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോട് കൂടി മാത്രമേ അവിടെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുവാനും പാടുള്ളൂ, കേട്ടോ. പിന്നെയോ ഒരു കേസ് വന്നു, അതുമായി ബന്ധപ്പെട്ട് 2-3 കേസുകൾ വന്നു. ഇതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളാണ്. അപ്പോൾ അതിലൊരു 1-2 കേസിൽ എന്തിരിക്കാം? കുറ്റങ്ങളെ സംബന്ധിക്കുന്നത് ഒരു കുറ്റമെങ്കിലും കോഗ്നിസബിൾ ആയാൽ, ഒരു കുറ്റമെങ്കിലും കോഗ്നിസബിൾ ആയാൽ മതി. 2-3 കുറ്റങ്ങളിൽ അപ്പോൾ അതിൽ കണ്ടേക്കാം. അപ്പോൾ ഒരു കുറ്റമെങ്കിലും കോഗ്നിസബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് മുഴുവനും എന്താണ്? കോഗ്നിസബിൾ ഒഫൻസ് ആയിട്ട് തന്നെ കണക്കാക്കുമെന്നാണ് പറയുന്നത്. ഒരെണ്ണം ഉണ്ടായാൽ മുഴുവനും കോഗ്നിസബിൾ ഒഫൻസ് ആയിട്ട് തന്നെ കണക്കാക്കുമെന്നാണ് പറയുന്നത്. ഇനി CRPC 156 നമുക്കൊന്ന് നോക്കാം, അല്ല? CRPC 156 എന്താണ്? CRPC 156 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ 175 അതാണ് CRPC 156 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ CRPC 156 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 175 അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യം എന്താണ്? പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസബിൾ കേസസ്. ഒരു കോഗ്നിസബിൾ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനുള്ള പോലീസ് ഓഫീസറുടെ അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് CRPC 156 എന്ന് പറയുന്നത്. അപ്പോൾ CRPC 156 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 175 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ഞാൻ പറയുന്നത്? പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസബിൾ കേസസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കോഗ്നിസബിൾ കേസ് അന്വേഷിക്കുവാനായിട്ടുള്ള പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, കേട്ടോ. ഇനി അടുത്ത എന്തായിരിക്കാം? ഇത്തരത്തിൽ പബ്ലിക് സർവൻറ്റിനെതിരെ പരാതി വന്നു കഴിഞ്ഞാലും, അതായത് കോഗ്നിസബിൾ കേസ് അന്വേഷിക്കാനുള്ള പോലീസിൻ്റെ അധികാരം അതിലൊരു പബ്ലിക് സർവൻറ്റിനെതിരെയാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റിനെ അന്വേഷണത്തിന് ഉത്തരവിടാം. അതനുസരിച്ച് അന്വേഷണം നടക്കുന്നതുമാണ്. ഇനി CRPC 157 അല്ല, CRPC 157 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 176 ഉണ്ട്. CRPC 157 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 176 ഇവിടെയുണ്ട്. അതിൽ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അന്വേഷണത്തിനുള്ള നടപടിക്രമത്തെയാണ് പ്രതിപാദിക്കുന്നത്. അന്വേഷണത്തിനുള്ള നടപടിക്രമത്തെയാണ് പ്രതിപാദിക്കുന്നത്. അന്വേഷണത്തിനുള്ള നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരാതിയിന്മേൽ FIR എന്ത് ചെയ്യുക? തയ്യാറാക്കുക. എന്നിട്ട് അത് മജിസ്ട്രേറ്റിന് നൽകുക. പരാതിയിന്മേൽ FIR തയ്യാറാക്കിയിട്ട് അത് മജിസ്ട്രേറ്റിന് നൽകാവുന്നതാണ്. രണ്ടാമതോ, പരാതി അന്വേഷിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ അയക്കാം. പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ അയക്കാവുന്നതാണ്. മൂന്നാമത്തത് ബലാത്സംഗം പോലെയുള്ള കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഇരയുടെ വാസസ്ഥലത്തേക്ക് ചെല്ലുക, ഇരയുടെ മൊഴി എടുക്കുക, ഇരയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ചിട്ട് ഇരയുടെ മൊഴി എടുക്കുക.
അവരുടെ കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ സാന്നിധ്യത്തിൽ വെച്ചെടുക്കുക. വനിതാ ഉദ്യോഗസ്ഥ വേണം മൊഴിയെടുക്കുവാനായിട്ട്. അത്തരത്തിലെടുക്കുന്ന ആ മൊഴി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി റെക്കോർഡ് ചെയ്യേണ്ടതുമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങളെന്ന് വെച്ചാൽ CRPC സെക്ഷൻ 155, CRPC സെക്ഷൻ 156, CRPC സെക്ഷൻ 157 എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.